ഹലോ, ഞാൻ ഇന്നൊരു മെഡ്ഗാല മോഡലാക്കാൻ പോവാണ് കേട്ടോ. ഇതല്ല മെഡ്ഗാല ലുക്ക്, പക്ഷെ എന്നെ മെഡ്ഗാല മോഡലാക്കാനുള്ള ആള് വരുന്നുണ്ട്. അപ്പോൾ ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷം? അപ്പോൾ ബാക്കിയെല്ലാം നമുക്ക് എൻ്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്നോട് പറഞ്ഞത് മേക്കപ്പ് ഒന്നും മുഖത്ത് പാടില്ല എന്നാണ്. അപ്പോൾ എൻ്റെ മുഖത്ത് ഞാൻ മേക്കപ്പ് ഒന്നും ഇട്ടിട്ടില്ല. ഇതെൻ്റെ പക്ഷേ ഞാൻ സ്കിൻ കെയർ റുട്ടീൻ ചെയ്തിട്ടുണ്ട്. ഞാൻ എല്ലാ ദിവസവും ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് മാത്രം ചെയ്തു. പിന്നെ ലെൻസ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ലെൻസ് ഇട്ടു. ഒരു എന്ത് കളറായിരുന്നു ഇത്? ഒരു എംറാൾഡ് ഗ്രീൻ കളറാണിത്. അതാണ് ഇട്ടേക്കുന്നത്. കാര്യം അവിടെ ചെല്ലുമ്പോൾ നമ്മളിവിടെയല്ല ചെയ്യണത്, മേക്കപ്പ് ക്ലാസ്സിൽ പോയിട്ടാണ് ചെയ്യണത്. അവിടെ ചെല്ലുമ്പോൾ ലെൻസ് ഇടാൻ വേണ്ടി പാടാണ്. പിന്നെ അതങ്ങനെ നിലത്ത് വീണ് കഴിഞ്ഞാൽ അതൊക്കെ പണിയല്ലേ. അതുകൊണ്ട് ഞാൻ നേരത്തെ ഇട്ട് വെച്ചു. പിന്നെ മുടി ഒന്ന് സ്ട്രെയിറ്റൻ ചെയ്തിട്ടു. പക്ഷേ പുറത്ത് മഴയ്ക്കുള്ള ചാൻസ് ഉണ്ട്. ഇതിപ്പോൾ എൻ്റെ മുടി വെള്ളം കൊണ്ടു കഴിഞ്ഞാൽ അപ്പം എന്ന് പറഞ്ഞു പോകും. അപ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല. അവിടെ ചെല്ലും. അതുകൊണ്ട് ഞാൻ സ്ട്രെയിറ്റ്നറൊക്കെ കയ്യിലെടുത്തിട്ടുണ്ട്. ഇനി അവിടെ പോയിട്ട് വേണമെങ്കിൽ അത് ചെയ്യണം. ഓക്കെ, അപ്പോൾ ബാക്കി സ്ക്രീനിൽ വളരെ പ്രിവിലേജ്ഡ് ആയിട്ടുള്ളൊരു മ്യൂസ് ആയതുകൊണ്ട് എൻ്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ് എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ പിക്ക് ചെയ്തു കേട്ടോ. ഞങ്ങളിപ്പോൾ മേക്കപ്പ് ക്ലാസ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ മൂവയ്ക്കുന്ന എക്സാം ആണ് കേട്ടോ. അപ്പോൾ അതിനുള്ള മോഡലായിട്ടാണ് ഞാൻ പോകുന്നത്. ഈ ഇരിക്കണയാണ് എൻ്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ്. ആയിഷ എന്നൊക്കെ നോക്കിയാൽ പഠിച്ചുകൊണ്ടിരിക്കുക. വിഷ്ണു നമ്മളെ രണ്ടുപേരെയും ട്രെയിൻ സ്റ്റേഷനിൽ ഡ്രോപ്പ് ചെയ്തു. അപ്പോൾ ഇവിടെ നിന്ന് നമുക്കിനി ഒരു ട്രെയിൻ എടുത്തിട്ട് വേണം ആംസ്റ്റർഡാമിൽ പോകാൻ. അവിടെയാണ് മേക്കപ്പ് ക്ലാസ് ഉള്ളത്. ഐഷു എന്നോട് മെഡ്ഗാല മോഡലായിട്ട് വരുമെന്ന് ചോദിച്ചപ്പോൾ തന്നെ ഞാൻ ചാടിക്കേറി യെസ് പറഞ്ഞു കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഈ മേക്കപ്പ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ ഇഷ്ടമാണ്. ലാസ്റ്റ് വീക്ക് ഞാൻ ഐഷുവിൻ്റെ ഇപ്പോൾ ഒരു പ്രാക്ടീസ് സെഷന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ചേഞ്ച് ഉള്ളൊരു ലുക്കാണ് ഇത്തവണ ഐഷു പ്ലാൻ ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ മേക്കപ്പിൻ്റെ ഡിസ്കസ് ചെയ്തപ്പോൾ ഞാൻ ഐഷുവിനോട് പറയായിരുന്നു, ഐഷു ചിലപ്പോൾ ഞാൻ എക്സൈറ്റ്മെൻറ്റ് മൂത്തിട്ട് നിന്നെ മാറ്റിയിട്ട് ഞാൻ മാറിയിരുന്നിട്ട് നിന്നെ ഞാൻ ചിലപ്പോൾ മേക്കപ്പ് ചെയ്യുന്നു. കാര്യം എനിക്ക് അത്രയും ഇഷ്ടമുള്ളൊരു കാര്യമാണ് മേക്കപ്പ്. ഇല്ലെങ്കിൽ രണ്ടുപേരും സംസാരിക്കുമ്പോൾ മ്യൂച്വൽ ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങളാണെങ്കിൽ നമുക്ക് ഒരുപാട് സംസാരിക്കാൻ പറ്റും അല്ലേ. അപ്പോൾ അതേപോലെയായിരുന്നു ഞങ്ങളുടെ ഡിസ്കഷൻസ്. അൺഫോർച്ചുനേറ്റ്ലി കുറേ ട്രെയിൻ ക്യാൻസലേഷൻ വന്നുകൊണ്ട് നമ്മളിവിടെ എത്തിയപ്പോൾ നല്ല ലേറ്റ് ആയിട്ടോ. 1 o'clock ഐഷുവിന് സ്കിൻ പ്രെപ്പും പിന്നെ ഹെയറും സ്റ്റാർട്ട് ചെയ്യേണ്ടിയായിരുന്നു 1 to 2. അത് നമ്മളിവിടെ എത്തിയപ്പോൾ തന്നെ 1:50 ഏകദേശമായി. അപ്പോൾ അതിൻ്റെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ഐഷുവിന്. അതുകൊണ്ട് നമ്മൾ ഓരോ പ്രോസസ്സും ടൈം ബോക്സ് ചെയ്തിട്ടാണ് പിന്നെ കണ്ടിന്യൂ ചെയ്തത്. ഞാൻ മൊബൈലിൽ ഇങ്ങനെ അലാം വെച്ചു. നമ്മൾ 2 to 2:30 ഫൗണ്ടേഷൻ, സ്കിൻ പ്രെപ്പ് ഇതിങ്ങനെ കംപ്ലീറ്റ് ചെയ്യും. പിന്നെ 2:30 to 2:45 ഐ മേക്കപ്പ്. അങ്ങനെ ഓരോ പോർഷൻസും നമ്മൾ ഇങ്ങനെ കംപ്ലീറ്റ്ലി ടൈം ബോക്സ് ചെയ്തു കേട്ടോ. ഈ ലുക്കിൻ്റെ ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള ഫേസ് എന്ന് പറഞ്ഞാൽ ആ മുഖത്ത് ഡയമണ്ട്സ് സെറ്റ് ചെയ്യണമായിരുന്നു. അപ്പോൾ അത് നമ്മൾ ശരിക്കും ടൈം മാനേജ്മെൻറ്റ് ചെയ്തിട്ട് തന്നെ ഐഷു അത് സെറ്റ് ചെയ്തു. മൊത്തത്തിൽ കുറച്ചൊരു ടെൻഷൻ മയമായിരുന്നെങ്കിലും ഞാൻ ഓരോ ഫേസും നന്നായി എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈവനും ഐഷുവും അങ്ങനെ തന്നെയായിരുന്നു എന്നാണ് എനിക്കും ഫീൽ ചെയ്തത്. ചെറിയ ചെറിയ സജഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെയും ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. മേക്കപ്പ് ഏകദേശം നമ്മൾ ഒരു ടൈം ഫ്രെയിമിൽ സെറ്റ് ചെയ്ത പോലെ തന്നെ കംപ്ലീറ്റ് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഹെയർ ചെയ്യാനുള്ളൊരു ടൈം നമ്മൾ അലോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഹെയർ നമ്മൾ തലേ ദിവസം പ്ലാൻ ചെയ്ത പോലെ നമ്മൾ സെറ്റ് ചെയ്ത് വന്നപ്പോഴത്തേക്കും ആ ലുക്കിന് അത്ര ഒരു കംപ്ലീറ്റ്നെസ് കിട്ടണില്ല. അപ്പോൾ പിന്നെ കുറച്ചൊരു ടെൻഷനായി എന്താ ചെയ്യുക ഹെയർ എന്നുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞൊന്ന് അഴിച്ചിടാം, സൈഡ് പാർട്ടീഷൻ ചെയ്യാം, മിഡിൽ പാർട്ടീഷൻ ചെയ്യാം, അങ്ങനെ കുറച്ച് ഡിസ്കഷൻ വന്നു. പിന്നെ നമ്മൾ ഫൈനലി ചെയ്തു, ഓക്കെ എന്നാൽ നമുക്ക് ഓപ്പൺ ഹെയർ തന്നെ ചെയ്യാം. തലേ ദിവസത്തെ ഹെയർ അപ്ഡുവിന് ഒരു പ്രോപ്സോ കാര്യങ്ങളോ ഒന്നും നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഫൈനലി ഈ ഓപ്പൺ ഹെയർ കോൺസെപ്റ്റ് വന്നപ്പോഴത്തേക്കും എങ്ങനെ അതിനെ ഒന്ന് ബ്യൂട്ടിഫുൾ ആക്കുന്നതായി. അപ്പോൾ ഐഷുവിൻ്റെ കൂടെയുള്ള ഒരു കോ ആർട്ടിസ്റ്റിനോട് നമ്മൾ അവരുടെ മ്യൂസിനും കൊണ്ടുവന്ന ഒരു വിളിയായി. എനിക്ക് പേഴ്സണലി ഇത് ഭയങ്കര ഇഷ്ടമായി. ഐഷുവിൻ്റെ മേക്കപ്പ് ഈസ് നൗ വേറെ ലെവൽ, അങ്ങനെ വേണം പറയാൻ വേണ്ടിയിട്ട്. കാര്യം ഞാൻ ഐഷുവിൻ്റെ ഓരോ സ്റ്റേജ് ഓഫ് മേക്കപ്പ് എൻ്റെ ഇത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത്രയും നന്നായിട്ടുണ്ട് ഇത്തവണ. നമ്മുടെ മേക്കപ്പ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ ഫോട്ടോഷൂട്ടിന് കിട്ടിയത് നമുക്ക് ലാസ്റ്റ് നമ്പറാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പിന്നെയും കുറച്ച് ടച്ചപ്പും ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള സമയമുണ്ടായിരുന്നു. ഇനിയാണ് നമ്മുടെ ഫൈനൽ മൊമെൻറ്റ്, ദ ഫോട്ടോഷൂട്ട് മൊമെൻറ്റ്. ഞാൻ ഇതുവരെ ഒരു പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫറിൻ്റെ മുന്നിൽ അങ്ങനെ പോയി മോഡൽ ഫോട്ടോഷൂട്ടൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഞാൻ ആകെ ചെയ്തേക്കുന്നത് സനിയാണ് എൻ്റെ ഫോട്ടോഗ്രാഫർ.
അപ്പോൾ ഞാൻ അവിടെ ചെന്നിരുന്നപ്പോൾ ഈ ഫോട്ടോഗ്രാഫർ പറഞ്ഞു ഈ റിഫ്ലക്ടർ പിടിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഒരു മനസ്സിൽ ഓക്കെ റെഡി സ്റ്റാർട്ട് എന്നൊക്കെ പറയുന്നതായിരുന്നു. ഞാൻ അവിടെ ചെന്നിടുന്ന ഉടനെ തന്നെ ഈ ഫോട്ടോഗ്രാഫർ ക്ലിക്ക് 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 എന്ന് പറഞ്ഞ് അങ്ങോട്ട് ക്ലിക്ക് ചെയ്ത് തുടങ്ങി. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് ഫോട്ടോ എടുക്കുകയാണെന്ന്. അപ്പോൾ ഐഷു എന്നോട് പണ്ട് പറഞ്ഞിട്ടുണ്ട് 15 ഫോട്ടോസേ ഇവർ എടുക്കുള്ളൂ, അപ്പോൾ അതിനകത്ത് നമുക്ക് ഒരെണ്ണം ചൂസ് ചെയ്യണമെന്ന്. അപ്പോൾ ഇത് മനസ്സിലായപ്പോൾ ഞാൻ അപ്പം തന്നെ ഓക്കെ 1-2 പോസ് ഇട്ടേക്കാമെന്ന് വിചാരിച്ചു. 1-2 പോസൊക്കെ അങ്ങനെ ഇട്ടു. അങ്ങനെ ഫോട്ടോഷൂട്ട് കഴിഞ്ഞു. പിന്നെ നമുക്ക് ഫോട്ടോസ് ചൂസ് ചെയ്യണമായിരുന്നു. അപ്പോൾ വിചാരിച്ചതിനേക്കാളും വളരെ നന്നായിട്ട് എല്ലാ ഫോട്ടോസും വന്നിട്ടു. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് കൺഫ്യൂഷനായിരുന്നു ഏത് ഫോട്ടോ സെലക്ട് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ ഒരെണ്ണം മാത്രമേ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളാണെങ്കിൽ ലാസ്റ്റ് കാൻഡിഡേറ്റും ആയിരുന്നു. ഓൾമോസ്റ്റ് എക്സാം ടൈം തീർന്നു എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് അവർ കുറച്ച് സ്പീഡപ്പ് ആക്കാൻ പറഞ്ഞു. അങ്ങനെ ഐഷുവിന് ഇഷ്ടപ്പെട്ടതും പിന്നെ എനിക്കും ഇഷ്ടപ്പെട്ടതൊരുമായ ഒരു ഫോട്ടോ നമ്മൾ ചൂസ് ചെയ്തു. നമ്മൾ ആകെ ഇങ്ങനെ മേക്കപ്പിലും ടെൻഷനിലൊക്കെ മുഴുകിയിരുന്നുകൊണ്ട് കുറേ ആൾക്കാരുടെ മേക്കപ്പും അവർ ചെയ്ത വർക്കൊന്നും അധികം കാണാൻ പറ്റിയില്ല കേട്ടോ. പക്ഷെ 1-2 കണ്ടു. അതൊക്കെ വളരെ ബ്യൂട്ടിഫുള്ളായിരുന്നു. ചിലവരുടെ സ്റ്റോറി തന്നെ നല്ല രസമുണ്ടായിരുന്നു. അവർ ഒരു കോൺസെപ്റ്റ് എനിക്ക് ഇഷ്ടമായത് ഒരു മെൽറ്റിംഗ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ്. ഭയങ്കര ക്രിയേറ്റീവായിട്ടുള്ള ആർട്ടിസ്റ്റുകളായിരുന്നു കേട്ടോ അവിടെ ഉണ്ടായിരുന്നത്. ചൂസ് ചെയ്ത ഫോട്ടോസ് അവർ നമുക്ക് ഇപ്പോൾ തരില്ല കേട്ടോ, പിന്നെ തരുള്ളൂ. പക്ഷെ ഞാൻ കുറച്ച് ഫോട്ടോസ് അവരുടെ ലാപ്ടോപ്പിൽ നിന്ന് എൻ്റെ മൊബൈലിൽ വെച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിതാ മേക്കപ്പ് കഴിഞ്ഞു, ഷൂട്ടിംഗ് കഴിഞ്ഞു. ഞാൻ എന്താ മേക്കപ്പ് എല്ലാം റിമൂവ് ചെയ്തു. ഇന്ന് നമ്മൾ തിരിച്ചു പോകാൻ വേണ്ടി പോവാണ്. അങ്ങനെ ഇന്നൊരു അടിപൊളി ദിവസമായിരുന്നു. തുടക്കം നന്നായില്ലെങ്കിലും ഒടുക്കം അടിപൊളിയായി. നമ്മുടെ മെഡ്ഗാല ലുക്കൊക്കെ കഴിഞ്ഞു. നമ്മൾ തിരിച്ചു പോകണം. പ്രത്യേകതയുണ്ട്, പ്രാക്ടീസ് ചെയ്തൊന്ന് വിചാരിച്ചതൊന്ന് ചെയ്തത് വേറൊന്ന്. പക്ഷെ അത് നമുക്ക് എന്താ മനസ്സിലാക്കണം, നമ്മൾ പ്ലാൻ ചെയ്യണ പോലെ കാര്യങ്ങളൊന്നും നടക്കില്ല. ഞാൻ വീട്ടിലെടുത്ത് പറയായിരുന്നു കല്യാണത്തിനൊക്കെ മേക്കപ്പ് ചെയ്യാൻ പോയിട്ട് കല്യാണമല്ല ചെയ്ത് വന്നപ്പോ വേറെ പലതും ആയി എന്നുള്ളത്. പക്ഷെ എനിക്ക് ഇഷ്ടമായിട്ടോ മേക്കപ്പ്. നമ്മൾ ഗോൾഡും സിൽവറൊക്കെ ഉദ്ദേശിച്ചത്, പക്ഷെ സിൽവർ മാത്രമേ നമ്മൾ ചെയ്തുള്ളൂ. പിന്നെ കുറച്ച് ആഡംബര പണികളൊക്കെ നമ്മൾ മാറ്റി. നന്നായി. ഫോട്ടോസ് ആണെങ്കിൽ എല്ലാം നന്നായിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ഒരെണ്ണെ സെലക്ട് ചെയ്യാൻ പറ്റിയിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ അറിഞ്ഞില്ല. അവരെന്നോട് മറ്റേ റിഫ്ലക്ടറൊക്കെ പിടിച്ചിരിക്കാൻ പറഞ്ഞു. അപ്പൊ തന്നെ അവർ എടുത്തു തുടങ്ങി. ഒരു 10-15 ഫോട്ടോ എടുക്കുന്നുണ്ടാവില്ലേ? ഒരു 20 ഫോട്ടോസ് എടുത്തിട്ട് അതൊന്നേ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അതെ. അപ്പൊ എന്തായാലും മെഡ്ഗാല ഷൂട്ടൊക്കെ അടിപൊളിയായിരുന്നു. അപ്പൊ നമുക്ക് അടുത്ത ഷൂട്ടിന്റെ പിള്ളേരെയായിട്ട് അത് ഷൂട്ടല്ല, ഷൂട്ടിംഗ് ആണ് ആക്ച്വലി. അതെ. അപ്പൊ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. Till we meet again, കൊച്ചിക്കാരി and signing off. Bye.